പഠിക്കാൻ പ്രായമൊരു തടസ്സമല്ലെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ അത് ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ് ആലത്തൂരിലെ 76-കാരൻ കൃഷ്ണൻകുട്ടി. 4 പതിറ്റാണ്ടിലേറെ മുമ്പ് പഠനം പാതിവഴിയിൽ നിർത്തേണ്ടി വന്ന അദ്ദേഹം ഇപ്പോൾ +2 തുല്യതാ പരീക്ഷ എഴുതുകയാണ്. പ്രായത്തെയും സാഹചര്യങ്ങളെയും മറികടന്ന ഈ പഠനയാത്രയുടെ കഥയൊന്ന് കണ്ടാലോ? ആ റിപ്പോർട്ടിലേക്ക്. 76-ാം വയസ്സിലും പുസ്തകങ്ങൾ കൈവിടാതെ ഓരോ പാഠവും ശ്രദ്ധയോടെ വായിച്ച് പരീക്ഷയ്ക്കായി ഒരുങ്ങി ആലത്തൂർ അരങ്ങാട്ടുപറമ്പിലെ കൃഷ്ണൻകുട്ടി. പഠിക്കണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നെങ്കിലും ജീവിതത്തിൽ തിരക്കുകൾ കാരണം ആ സ്വപ്നം വർഷങ്ങളോളം മാറ്റിവെക്കുകയായിരുന്നു. 1976-ൽ SSLC വിജയിച്ച കൃഷ്ണൻകുട്ടി ടൈപ്പ് റൈറ്റിംഗും ഷോർട്ട് ഹാൻഡും പഠിച്ച ശേഷം മധുരയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിച്ചു. തൊഴിൽ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ പഠനം തുടരാൻ സാധിച്ചില്ല. എന്നാൽ പഠിക്കണമെന്ന ആഗ്രഹം ഒരിക്കലും അവസാനിച്ചില്ല. ഒടുവിൽ 75-ാം വയസ്സിൽ സാക്ഷരതാ മിഷന്റെ ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിൽ ചേർന്നതോടെയാണ് ആ സ്വപ്നത്തിന് വീണ്ടും ജീവൻ ലഭിച്ചത്. അത് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് 4 സിസ്റ്റേഴ്സായിരുന്നു. അവരെയൊക്കെ കെട്ടിച്ചയക്കാൻ ഉള്ള പ്രാരാബ്ധത്തിൽ എനിക്ക് തുടർന്ന് പഠിക്കാൻ പറ്റിയില്ല. പിന്നെ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്ത് റിട്ടയർ ആയതിനു ശേഷം ഞാൻ ആലത്തൂർ ലോക്കൽ ലൈബ്രറിയിൽ ലൈഫ് ലോങ് അംഗമാകുകയും പിന്നെ എനിക്ക് അവിടെ നിന്നാണ് ഒരു ഉത്തേജനം തന്ന് ഞാനത് പഠിക്കാനായി വന്നത്. സാക്ഷരതാ മിഷന്റെ കീഴിലുള്ള ഈ വർഷത്തെ ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ ആലത്തൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത്. ആകെ 301 പേരാണ് ഇത്തവണ ഇവിടെ പരീക്ഷ എഴുതുന്നത്. ഇതിൽ 1-ാം വർഷത്തിൽ 180 പേരും 2-ാം വർഷത്തിൽ 121 പേരുമാണ് പരീക്ഷ എഴുതുന്നത്. ഈ വർഷത്തെ പരീക്ഷയുടെ മറ്റൊരു പ്രത്യേകത വിവിധ ജീവിത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും പഠനം വീണ്ടും ഏറ്റെടുത്തവരും പരീക്ഷ എഴുതുന്നു എന്നതാണ്. മേലാർകോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്രീവിദ്യയും ആലത്തൂരിലെ സഹോദരിമാരായ ജയന്തിയും ജയശ്രീയും ഇത്തവണ തുല്യതാ പരീക്ഷ എഴുതുന്നവരിൽ ഉൾപ്പെടുന്നു. എക്സാം വളരെ ഈസിയായിരുന്നു. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ഈസിയായിരുന്നു. 2-3-4 ക്വസ്റ്റ്യൻ, ഒരു എപ്പിറ്റോപ്പ്, ഓബിച്ചറി ഇതെല്ലാം നമുക്ക് എഴുതാൻ പറ്റുന്ന മാതിരിയുള്ള ട്രെയിനിങ്ങാണ് നമുക്ക് ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നത്. അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പഠനം മുഴുവനാക്കാൻ പറ്റാത്തവർക്കും ഈ പഠനം ആഗ്രഹമുള്ളവർക്കും ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം നടത്താൻ വേണ്ടി ഒരു അവസരമാണ് ഈ 2 വകുപ്പുകളും കൂടെ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ +1-ൽ 216 കുട്ടികളും +2-ൽ 121 കുട്ടികളും ഇവിടെ പരീക്ഷ എഴുതുന്നുണ്ട്. അതിലേറ്റവും മുതിർന്ന പഠിതാവ് 76 വയസ്സുള്ള അരങ്ങാട്ടുപറമ്പ് കൃഷ്ണൻകുട്ടിയാണ് ഏറ്റവും വലിയ മുതിർന്ന പഠിതാവ്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും ഈ പരീക്ഷ എഴുതുന്നുണ്ട്. വളരെ സന്തോഷം. അത് ആലത്തൂർ ഗേൾസിൽ നടത്താൻ പറ്റിയതിലും സന്തോഷം അറിയിക്കുകയാണ്. എല്ലാ പഠിതാക്കൾക്കും ആശംസകളും നേരുന്നു. ജീവിതത്തിന്റെ സായാഹ്നത്തിലും പുതിയ സ്വപ്നങ്ങൾക്ക് തുടക്കമിടാം. നഷ്ടപ്പെട്ട അവസരങ്ങളെ തിരിച്ചുപിടിക്കാം. അതിന് പ്രായമൊരു തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് കൃഷ്ണൻകുട്ടിയും ഈ തുല്യതാ പരീക്ഷ എഴുതുന്ന 100 കണക്കിന് പഠിതാക്കളും. UTV ന്യൂസ്, പാലക്കാട്.